ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റ് ടോപ്പിക്. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഗ്മ റിലേറ്റഡ് ആണ്. ഓക്കെ, ഫിഗ്മ നമ്മൾ ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ട്. ഫിഗ്മാൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞതാണ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ എന്താക്കാം, ടോപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി കാണാം. അപ്പം ഫിഗ്മയിൽ നമുക്ക് എങ്ങനെ UI കോമ്പണൻസ് ക്രിയേറ്റ് ചെയ്യാം, ഈ UI കോമ്പണൻസ് എങ്ങനെ നമുക്ക് പ്രൊജക്റ്റിൽ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ UI കോമ്പണൻസ് വെച്ച് നമുക്ക് എങ്ങനെ UI കിറ്റ് ഉണ്ടാക്കാം, അപ്പോൾ ഈ കിറ്റ് എങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാം, അപ്പോൾ അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു UI കോമ്പണൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ മൾട്ടിപ്പിൾ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യാം എന്നുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സിനാരിയോസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്താക്കാം, വീഡിയോയിൽ കിടക്കാം. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫിഗ്മ നമുക്കറിയാം, ഫിഗ്മ ജസ്റ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഫിഗ്മയിൽ നമ്മൾ എന്താ പറയുക, ഒരു ഫ്രെയിം ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഒരു പ്രസൻറ്റേഷൻ ഫ്രെയിമാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു 920/1080 ഒരു സൈസിൽ ഞാൻ ഒരു ഫ്രെയിം ആഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോമ്പണൻസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോമ്പണൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻസ്റ്റൻസും ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് എന്നിട്ട് നമുക്ക് എങ്ങനെ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത്. അപ്പം ഒരു ടൈപ്പ് ഓഫ് സാധനം നമുക്ക് ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് കാണിക്കാം. അപ്പം ആ ഒരു സെയിം മെത്തേഡ്സിലായിരിക്കും നമ്മൾ ഓൾ കോമ്പണൻസും നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ബട്ടൺസ് ആയിക്കോട്ടെ, ഇൻപുട്ട് ഫീൽഡ്സുകളായിക്കോട്ടെ, ഇപ്പോൾ ഫോംസിൻ്റെ ഒക്കെ കാര്യത്തിൽ നമുക്ക് ഡിഫറെൻറ്റ് ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടൺ, അതുപോലെ പല കൈൻഡ് ഓഫ് ഡിസൈൻസ് അസറ്റ്സുകളും ഉണ്ടാവും. അതായത് കോമ്പണൻസ്, അതൊക്കെ നമുക്ക് കോമ്പണൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് റീയൂസ് ചെയ്യാം സിമ്പിളായിട്ട്. അപ്പം ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്യണമെങ്കിൽ കോമ്പണൻസിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ലൈബ്രറി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ലൈക്ക് UI കിറ്റ് പോലെ നമുക്ക് ബിൽഡ് ചെയ്യാം. അപ്പം നോക്കുക എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളായ രീതിയിൽ ഡിഫറെൻറ്റ് വേയിൽ നിങ്ങൾക്കത് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ജസ്റ്റ് ഒരു ഐഡിയ ആണ് ഞാൻ തരാൻ പോകുന്നത്, എങ്ങനെ കോമ്പണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അസറ്റ്സ് എങ്ങനെ നിങ്ങൾക്ക് പ്രൊജക്റ്റുകളിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫ്രെയിം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഫ്രെയിം നമ്മൾ നോർമലി എടുക്കുന്ന പോലെ ഫ്രെയിം എടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇൻപുട്ട് ഫീൽഡുകളാണ്. ഇൻപുട്ട് ഫീൽഡിൻ്റെ ഡിഫറെൻറ്റ് സിനാരിയോയിൽ ഡിഫറെൻറ്റ് എന്താ പറയുക ഇൻസ്റ്റൻസ് ആയിട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് എനിക്കൊരു ഇൻപുട്ട് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഞാൻ റെക്റ്റാങ്കിൾ എടുത്തു. അപ്പം നോർമലി നമ്മൾ ഇൻപുട്ട് ഫീൽഡ് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനൊരു ഹൈറ്റ് ഒരു 65 ഹൈറ്റ് എടുത്തു, പിന്നെ 400 മതി വിഡ്ത്ത്. ഓക്കെ, ഈ നിങ്ങൾക്ക് ഇവിടെ കാണാം ബോർഡർ റേഡിയസിൻ്റെ ആണ് ഇവിടെ ഉള്ളത്. അപ്പം ഞാൻ ബോർഡർ റേഡിയസ് ഒരു 10 കൊടുത്തു ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്കിതിന് ഫില്ല് വേണ്ട. അപ്പം ഞാൻ ഫില്ല് നിങ്ങൾക്ക് കാണാം ഇവിടെ ഫില്ല് എഴുതിയിട്ടുണ്ട്. ഫില്ലിൻ്റെ അവിടെയുള്ള ഐ ഞാൻ ക്ലോസ് ചെയ്തു. ഇനി സ്ട്രോക്ക് ആഡ് ചെയ്യണം. അപ്പം പ്ലസ്സിൽ സൈൻ ചെയ്താൽ സ്ട്രോക്ക് വന്നിട്ടുണ്ട്. സ്ട്രോക്കിൻ്റെ കളർ എനിക്ക് മാറ്റണം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്തായാലും ഒരു ഗ്രേഷ് കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗ്രേ കളർ ചൂസ് ചെയ്തു. ഞാൻ കുറച്ച് സൂം ചെയ്ത് വെക്കാം. ഓക്കെ, സൂം ചെയ്ത് വെച്ചിട്ട് ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തു. ഇനി നമുക്കിതിന് ഒരു ലേബൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ ലേബൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ടെക്സ്റ്റ് എടുത്തു, ടെക്സ്റ്റ് ടൂൾ എടുത്തു, എന്നിട്ട് ലേബൽ എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഈ ലേബൽ എന്ന് പറയുന്നത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബൽ നമുക്ക് ആസ് പെർ ദി ഫീൽഡിനനുസരിച്ച് നമുക്ക് കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യാം. അപ്പം ഒരു കോമൺ നെയിം എന്നുള്ള രീതിയിലാണ് ഞാൻ ലേബൽ എന്ന് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വാട്ടെവർ നിങ്ങൾക്ക് കൊടുക്കാം, പക്ഷേ ലേബൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ഞാൻ. ലേബൽ ടെക്സ്റ്റ്. ഓക്കെ, ഇനി ഈ ഒരു ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസിൽ നിങ്ങൾക്ക് ഇവിടെ മോർ ഓപ്ഷൻ കാണാം, 3 ഡോട്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മളെ ക്യാപിറ്റലൈസ് ലെറ്റർ കേസസുകൾ കാണാം. അപ്പം ഞാൻ ഇതിൽ ക്യാപിറ്റലൈസ് ചെയ്തു. ഓക്കെ ഫൈൻ. ഓക്കെ, ഇനി ഞാനിത് ലേബൽ ഇതിൻ്റെ മുകളിലായിട്ടാണ് ഇങ്ങനെയാണ് ഞാൻ ഡിസൈൻ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ലേബലിൻ്റെ ഒരു ഫോണ്ട് സൈസ് ഞാനൊരു 16px കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
ഓക്കെ, ഇനി സെൻറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം പുതിയ ഡിസൈൻ ട്രെൻഡ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു കൈൻഡ് ഓഫ് ഫോംസ് കാണാം. ലേബിൾ ഇവിടെയും ഉള്ളിൽ നമുക്ക് പ്ലേസ് ഹോൾഡറുള്ള രീതിയിലും. അപ്പം ഈ ലേബിളിൻ്റെ ഇത്രയും പോർഷൻ നമുക്ക് കട്ട് ചെയ്യണം. അപ്പം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഇപ്പം പെൻ ടൂളോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക കട്ടിംഗ് ടൂളൊക്കെ എടുത്തിട്ട് നമുക്കിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാം. പക്ഷേ അതിലുള്ള ഇഷ്യൂ എന്താ പറയുന്നത്, നമ്മളിത് ഡൈനാമിക്കലി അല്ലെങ്കിൽ ഒരു കോമ്പണൻ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ കോമ്പണൻറ്റ് നമ്മൾ റീയൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇവിടെ എന്ത് ടെക്സ്റ്റ് എഴുതി കഴിഞ്ഞാലും നമുക്ക് കുഴപ്പം വരരുത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിന് മനസ്സിലാവില്ല എന്താ ടെക്സ്റ്റ് ഇപ്പം ഇത്രത്തോളം ലെങ്ത്തുള്ള ടെക്സ്റ്റ് ആണെങ്കിൽ അത് ഓവർലാപ്പ് ആകും. അതായത് ഇവിടെയുള്ള ഭാഗം പിന്നെ നമ്മൾ കട്ട് ചെയ്യണം. അപ്പം അങ്ങനത്തെ കോൺസെപ്റ്റുകൾ നമ്മൾ ആദ്യം ചിന്തിക്കണം. അപ്പം അങ്ങനത്തെ കേസസുകൾ ഡിഫറെൻറ്റ് വേസ്റ്റ് കേസൊക്കെ വരുന്ന ഒരു കോൺസെപ്റ്റിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പം അതിനുവേണ്ടി നമ്മൾ കട്ട് ചെയ്യാതെ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു എന്നിട്ട് റൈറ്റ് ബട്ടണിൽ കോമ്പണൻ്റ് ആക്കുക, ക്രിയേറ്റ് കോമ്പണൻ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓട്ടോ ലേഔട്ട്. ഓക്കെ, ഓട്ടോ ലേഔട്ട് പ്ലസ് കൊടുക്കുക. ഓട്ടോ ലേഔട്ട് പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതായത് വെർട്ടിക്കലേക്ക്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ഡയറക്ഷൻ ഉണ്ട്. അതുപോലെ സ്പേസിങ്, അതായത് ഇപ്പോൾ 2 ടെക്സ്റ്റ് ഉണ്ട് അതിന് തമ്മിലുള്ള സ്പേസിങ് പറയുന്നുണ്ട്. പിന്നെ പാഡിങ് ഉണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടത് ഇവിടെ പാഡിങ് ആണ്. അപ്പോൾ പാഡിങ് ഒരു ഓവറോൾ, അതായത് 4 സൈഡ്സ് ആണ്, ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ്. അതിന് ഞാനൊരു 10px കൊടുത്തു. 10px കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം 10pxൽ പാഡിങ് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ടോപ്പിൽ വേണ്ട, ലെഫ്റ്റും റൈറ്റും പാഡിങ് മതി. അപ്പം ഞാൻ എന്താക്കണം, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് കോർണറിൽ കാണുന്ന ഈ ബോക്സിൽ, അതായത് അലൈൻമെൻറ്റ് ആൻഡ് പാഡിങ്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ടോപ്പാണ്, ഇത് ബോട്ടാണ്, ഇത് ലെഫ്റ്റാണ്, ഇത് റൈറ്റാണ്. ഓക്കെ, ഇതിലൂടെ ഞാൻ 0 കൊടുത്തു. ഇവിടെയും ഞാൻ 0 കൊടുത്തു. ഓക്കെ, 0 കൊടുത്തു. അപ്പം ലെഫ്റ്റും റൈറ്റും എനിക്ക് വേണ്ട, ടോപ്പും ബോട്ടവും എനിക്ക് വേണ്ട, ലെഫ്റ്റും റൈറ്റും മതി. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ കാണാം ഒരു വേരിയേഷൻസോ ഒന്നും വന്നിട്ടില്ല, ജസ്റ്റ് പാഡിങ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം ഈ പാഡിങ്ങിന് നമ്മൾ ഫിൽ കളർ അപ്ലൈ ചെയ്യും. അപ്പം ഈ പ്ലസ് സൈനുള്ള കണ്ണിൻ്റെ ആ സൈന് ഓണാക്കി കഴിഞ്ഞാൽ ഫിൽ അപ്ലൈ ചെയ്യും. അപ്പം നമ്മൾ XDയിൽ ഇല്ലാത്തൊരു ഫീച്ചേഴ്സാണിത്. അതായത് നമ്മൾക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റിന് പാഡിങ് കൊടുക്കാം. ടെക്സ്റ്റിന് പാഡിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബട്ടണൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് പാഡിങ് വെച്ചിട്ട് നമുക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ടെക്സ്റ്റ് എഴുതുന്നതിന് പകരം നമുക്ക് ഈ ടെക്സ്റ്റിന് പാഡിങ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ബോക്സ് പോലെ, നമുക്ക് ഒരു ബട്ടൺ പോലെ ഫീൽ ചെയ്യും. ഇപ്പം ഇവിടെ അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്, അതായത് ടെക്സ്റ്റിന് ഞാൻ പാഡിങ് കൊടുത്തു, ആ പാഡിങ്ങിൽ ഫിൽ കളർ അപ്ലൈ ചെയ്തു. അപ്പം എനിക്കിപ്പോൾ ബ്ലാക്ക് കൊടുത്ത് കണ്ടോ, അത് ടെക്സ്റ്റിനാണ് ഫിൽ കളർ. ഇപ്പോൾ ഇനി ഞാൻ പാഡിങ് കൊടുക്കുന്നതിനനുസരിച്ച് എനിക്കത് അടിപൊളിയാവും. അപ്പം ഞാനിത് വൈറ്റ് കളറാണ്, എനിക്ക് ഫിൽ കളർ വേണ്ട, വൈറ്റ്. കാരണം നിങ്ങൾക്ക് കാണാം ഈ പോർഷനും ഈക്വലി കട്ട് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഇനി എന്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ആ സ്പേസും കൂടി ഇൻക്രീസായി പോവുകയാണ്. കണ്ടോ, കട്ടിങ്ങും കൂടി കിട്ടും. അപ്പം അങ്ങനെ ചിന്തിക്കാം, ആ ഒരു ലെവലിൽ അല്ലെങ്കിൽ എങ്ങനെയാണോ നമുക്ക് വേണ്ടതെന്നുള്ളത് ആ ഒരു ലെവലിൽ ആദ്യം ചിന്തിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ലേബിൾ ടെക്സ്റ്റ് ആഡ് ചെയ്തു. ഇനി നമുക്കിവിടെ പ്ലേസ് ഹോൾഡർ വേണം. അപ്പോൾ പ്ലേസ് ഹോൾഡറിൻ്റെ ടെക്സ്റ്റ്, അപ്പം പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്ന ടെക്സ്റ്റ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഇവിടെ ആയിരിക്കും പ്ലേസ് ഹോൾഡർ. ഇപ്പം പ്ലേസ് ഹോൾഡർ നമുക്കറിയാം എല്ലപ്പം ഒരു ഡിമ്മായിട്ടുള്ള കളറായിരിക്കും. അപ്പം നമ്മൾ ഒരു 40% ഓപ്പാസിറ്റി കുറയ്ക്കുകയാണ്. അപ്പം ഫിഗ്മയിൽ ഓപ്പാസിറ്റി കുറയ്ക്കാൻ നമുക്ക് കാണാം. ഇപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ഈ ഒരു 100% ലെയറിൻ്റെ 100% ആണ്. അത് നമുക്കിവിടെ കുറക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ 1 to 9 വരെ യൂസ് ചെയ്യാം. അതായത് 1 ഇതാക്കി കഴിഞ്ഞാൽ 10%, 2 20%, അങ്ങനെ. അപ്പോൾ എനിക്ക് 40% മതി, അതുകൊണ്ട് ഞാൻ 4 പ്രസ് ചെയ്തു. അപ്പോൾ 40% ആയി. ഇനി എനിക്ക് 1% മതി, 1%, അപ്പോൾ 1 അടിക്കാം. അപ്പോൾ ഞാനൊരു 3% കൊടുത്തു, അത് 30%, 3 പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇൻപുട്ട് ഫീൽഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലേബലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ടെക്സ്റ്റ് അപ്പിയറൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. അപ്പം റോബോട്ടോ എന്നുള്ളതാണ് ഫോണ്ട്, ഞാൻ മീഡിയമാണ് യൂസ് ചെയ്യുന്നത്, കുറച്ച് തിക്നെസ് വരാൻ വേണ്ടിയിട്ട്. ഫോണ്ട് മാറ്റാം. ഓക്കെ, ഇത് മതി. ദിസ് ഈസ് മോർ ദാൻ ഇനഫ്. ഓക്കെ, ഇനി ഞാൻ ഇതിനെ
ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻപുട്ട് ഫീൽഡിൻ്റെ നോർമലി കാണുന്ന ഒരു നോർമലി കാണുന്ന ഇൻപുട്ട് ഫീൽഡ്. ഇനി എനിക്ക്